നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള കെ മുരളീധരൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പിണറായിയുടെ തുരപ്പന്മാരെ ചിലർ നമ്മുടെ പല വിഭാഗങ്ങളുമുണ്ട്, ആ തുരപ്പന്മാരെ തുരത്തിയാൽ മാത്രമേ സമാധാനത്തോടു കൂടി ഈ സർക്കാർ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അതേ തുരപ്പനെ ഇവിടെ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിൽക്കുമ്പോൾ UDF സർക്കാരിന് വമ്പൻ പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിണറായി സർക്കാർ നിയമിച്ച പ്ലീഡർമാരും പബ്ലിക് പ്രോസിക്യൂട്ടർമാരും UDF സർക്കാരിന് പണി കൊടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. സർക്കാരിന്റെ ആദ്യ നാളുകളിൽ സ്ഥലം മാറ്റിയ പോലീസ് ഉദ്യോഗസ്ഥർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലെത്തി സ്റ്റേ വാങ്ങിയപ്പോൾ ഇടത് സർക്കാർ നിയോഗിച്ച പ്രോസിക്യൂട്ടർമാർ എതിർത്തതേയില്ല. പിന്നീട് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറുടെ കേസിലും ഇതായിരുന്നു സ്ഥിതി. ഇപ്പോഴിതാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ 9ാം പ്രതിക്ക് ജാമ്യം കിട്ടാൻ പ്രോസിക്യൂട്ടർ ഒത്തുകളിച്ചത് വൻ വിവാദമായിരിക്കുകയാണ്. പിണറായി സർക്കാർ ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ തസ്തികയിൽ നിയമിച്ച SFIയുടെ തീപ്പൊരി നേതാവായിരുന്ന ഗീനാകുമാരിയാണ് വിവാദത്തിൽ കുടുങ്ങിയത്. ഗീനയ്ക്കെതിരെ നിലപാടുകളുമായി പ്രതിയുടെ ജാമ്യം റദ്ദാക്കാൻ സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കും. പ്രതിയുടെ ജാമ്യത്തെ എതിർത്ത് പോലീസ് റിപ്പോർട്ട് ഉണ്ടായിട്ടും അതിന് വിരുദ്ധമായി പബ്ലിക് പ്രോസിക്യൂട്ടർ ഗീനാകുമാരി ജാമ്യാപേക്ഷ കോടതിയിൽ എതിർക്കാതിരുന്നതാണ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി S. നസീറ പ്രതിക്ക് ജാമ്യം അനുവദിക്കാനിടയാക്കിയത് എന്ന് വ്യക്തം. ഈ ഗീനാകുമാരിയുടെ പേര് നമ്മൾ ഇതിനു മുൻപും കേട്ടിട്ടുണ്ട് അല്ലെ? കേസിൽ ആദ്യമായാണ് ഒരു പ്രതിക്ക് ജാമ്യം ലഭിച്ചത്. കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന അന്വേഷണ സംഘം സിറ്റി പോലീസ് കമ്മീഷണർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. കേസിൽ കക്ഷി ചേരാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുമുണ്ട്. പ്രതിക്ക് ജാമ്യം നൽകുന്നത് കേസ് അന്വേഷണത്തെ ബാധിക്കില്ലെന്നും ഇനിയും കസ്റ്റഡി ആവശ്യമില്ലെന്നും പ്രോസിക്യൂട്ടർ നിലപാടെടുത്തതിന് പിന്നാലെയാണ് ജാമ്യം ലഭിച്ചത്. പോലീസിന്റെ കണ്ടെത്തലുകളെ പ്രോസിക്യൂട്ടർ കോടതിയിൽ പിന്തുണച്ചതുമില്ല. ആക്രമണത്തിനും ഉപയോഗിച്ച വടിയടക്കം കണ്ടെത്തേണ്ടതുണ്ട് എന്നും ജാമ്യം നൽകരുത് എന്നുമായിരുന്നു പോലീസ് റിപ്പോർട്ട്. അന്വേഷണം ഏതാണ്ട് പൂർത്തിയായെന്നും ഇതിനായി പ്രതിയെ തടങ്കലിൽ വെക്കേണ്ട ആവശ്യമില്ലെന്നും പ്രോസിക്യൂട്ടർ നിലപാടെടുത്തു. ഇത് പരിഗണിച്ചാണ് ജാമ്യം നൽകിയതെന്നാണ് ഉത്തരവിൽ ഉള്ളത്. ഒരു പ്രതിക്ക് ജാമ്യം കിട്ടിയതിനാൽ മറ്റുള്ളവരും സമാനമായ വഴിയിൽ ജാമ്യം നേടുമെന്നാണ് ഇതിന്റെ പ്രശ്നം. പ്രതിയുടെ ജാമ്യത്തെ എതിർത്ത് കഴിഞ്ഞ 18-ന് തന്നെ പോലീസ് റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ റിപ്പോർട്ട് കൈമാറിയ പ്രോസിക്യൂട്ടർ ഗീനാകുമാരി ജാമ്യത്തെ എതിർത്തിരുന്നില്ല. ഇനി കസ്റ്റഡിയിൽ വേണ്ടെന്നും നിലപാടെടുത്തു. യുവതിയെ ബലാത്സംഗം ചെയ്യുകയും ഗർഭഛിദ്രം നടത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്ത കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നിരസിച്ചതും ഇതേ പബ്ലിക് പ്രോസിക്യൂട്ടറായ ഗീനാകുമാരി തന്നെയാണ്. അതിനുശേഷമാണ് ഗീനാകുമാരി ആരാണെന്ന വാദം ശക്തമായി ഉയർന്നു തുടങ്ങിയത്. കേരള ചർച്ച ചെയ്ത ഒട്ടേറെ കേസുകൾ വാദിച്ച അഭിഭാഷകയാണ് ഗീന. SFIയുടെ പഴയ പുലിക്കുട്ടി. കൂത്തുപറമ്പ് കേസിൽ അന്നത്തെ സർക്കാരിനെ വിറപ്പിച്ച വിപ്ലവകാരി. നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആദ്യമായി PhD നേടിയ വ്യക്തി. വിശേഷണങ്ങൾ ഏറെയാണ് ഗീനയ്ക്ക്. വിദ്യാർത്ഥികാലം മുതലേ രാഷ്ട്രീയത്തിൽ സജീവ സാന്നിധ്യമായിരുന്ന ഗീനാകുമാരി 1990കളുടെ ആദ്യകാലത്ത് നിലമേൽ NSS കോളേജിൽ ഗണിതത്തിൽ ബിരുദം വിദ്യാർത്ഥിയായിരിക്കെ കേരള സർവകലാശാല യൂണിയൻ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടു. SFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയായും പ്രവർത്തിച്ചു. തുടർന്ന് കേരള ലോ അക്കാദമിയിൽ നിന്ന് LLBയും കേരള സർവകലാശാലയിൽ തന്നെ LLMഉം നേടി. 1993-ൽ യൂണിവേഴ്സിറ്റിയിൽ യൂണിഫൈഡ് ആക്ടിനെതിരെയും തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജ് കാര്യവട്ടത്തേക്ക് മാറ്റുന്നതിനെതിരെയും സമരം ചെയ്തവരിൽ പ്രധാനിയായിരുന്നു ഗീന. സമരത്തിൽ ഗീനയ്ക്ക് പരിക്ക് പറ്റുകയും വലതുകൈ ഒടിയുകയും ചെയ്തിരുന്നു. 1994-ൽ കൂത്തുപറമ്പ് വെടിവെപ്പിനെ തുടർന്നുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ഗീനയ്ക്ക് പോലീസ് മർദ്ദനമേറ്റിരുന്നു. 29 വർഷങ്ങൾക്ക് ശേഷം അന്ന് മർദ്ദിച്ച പാലക്കാട് റെയിൽവേ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ആയിരുന്ന ജോർജ് ജീനയെ കണ്ടതും ക്ഷമാപണം നടത്തിയതും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. 2021-ൽ തിരുവനന്തപുരം പോത്തൻകോട് സുധീഷ് എന്ന 32-കാരനെ 11 പേർ ചേർന്ന് കൊലപ്പെടുത്തിയ കേസിൽ ഗീനാകുമാരി ആയിരുന്നു ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ. 4 വർഷത്തോളം നീണ്ടുനിന്ന വാദത്തിനിടയിൽ 84ഓളം ദൃക്സാക്ഷികളെയാണ് വിചാരണ ചെയ്തത്. ഏറെ ചർച്ച ചെയ്യപ്പെട്ട ആ കേസിൽ പ്രതികളായ എല്ലാവരും കുറ്റക്കാരാണെന്ന് കോടതി ഈ വർഷം മേയിൽ കണ്ടെത്തുകയും ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയും ചെയ്തിരുന്നു. 2020-ലെ വെഞ്ഞാറമൂട് ഇരട്ടക്കൊലപാതകവും വാദി ഭാഗത്തിനു വേണ്ടി വാദിച്ചത് ഗീനയാണ്. ഏറ്റവും ഒടുവിൽ നവംബർ 29-ന് വിധി വന്ന മനോരമ വധക്കേസിലും അഭിഭാഷകയായി എത്തിയത് ഗീനാകുമാരി തന്നെ. പശ്ചിമ ബംഗാൾ സ്വദേശിയായ ആദം അലിക്ക് ജീവപര്യന്തം ശിക്ഷയാണ് തിരുവനന്തപുരം മഞ്ചൂർ അതിവേഗ കോടതി നൽകിയത്.
അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ, പബ്ലിക് പ്രോസിക്യൂട്ടർ തസ്തികകളിലും ഗീന നേരത്തെ പ്രവർത്തിച്ചിട്ടുണ്ട്. ജാമ്യ ഹർജിയിൽ വാദം കേൾക്കുന്ന ദിവസം പ്രോസിക്യൂട്ടർ പോലീസിനെ അറിയിച്ചില്ലെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. പ്രതിക്ക് ജാമ്യം നിഷേധിക്കാൻ 13 കാരണങ്ങളാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 24-ന് മാത്രമാണ് കേസിൽ വാദം കേട്ടത്. ഇതിനിടയിൽ ഒരിക്കൽ പോലും പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രോസിക്യൂട്ടർ ബന്ധപ്പെട്ടിട്ടില്ല. കേസ് ഡയറി അടക്കമുള്ള രേഖകൾ പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടതുമില്ല. ജാമ്യ ഹർജിയിൽ വാദം കേൾക്കുന്ന ദിവസം പോലും പോലീസിനെ അറിയിച്ചിട്ടില്ല. ഒടുവിൽ പോലീസ് റിപ്പോർട്ടിന് വിരുദ്ധമായി പ്രതിയുടെ ജാമ്യത്തിനായി വാദിക്കുകയായിരുന്നു. പ്രതിയെ ഇനി കസ്റ്റഡിയിൽ വേണ്ടെന്ന് കോടതിയിലും പറഞ്ഞു. തിങ്കളാഴ്ച മുഴുവൻ രേഖകളുമായി ഹാജരാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥനോട് പ്രോസിക്യൂഷൻ ഡയറക്ടർ ടി അസഫ് അലി നിർദ്ദേശം നൽകിയിരുന്നു. പ്രോസിക്യൂട്ടർ ഗീന കുമാരിക്കെതിരെ കമ്മീഷണർ DGPക്ക് പരാതി നൽകിയിരുന്നു. കേസിൽ നിന്ന് ഇവരെ ഒഴിവാക്കണമെന്നാണ് ആവശ്യം. SFIയുടെ തീപ്പൊരി നേതാവ് ഗീനാകുമാരിക്ക് 1994-ൽ സ്വാശ്രയ വിദ്യാഭ്യാസ നയത്തിനെതിരെ SFI നടത്തിയ സമരത്തിനിടെ ലാത്തിചാർജിൽ പരിക്കേറ്റിരുന്നു. അന്നു മുതൽ ഇന്നോളം ആ ചോര പുരണ്ടതിന്റെ വാശിയും വീറും ഇപ്പോഴും ഉണ്ട് ഗീനയ്ക്ക്. അതുതന്നെയാണ് UDFന് വലിയ പണിയായി മാറിക്കൊണ്ടിരിക്കുന്നത്.